വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ കൃപയ വളരെ വിടുതൽ പ്രാപിച്ചു നമ്മുടെ സഹോദരി സഹോദരന്മാർ, LMൻ്റെ ശക്തമായിട്ടുള്ള ബോർഡ്, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷൻ, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഈ സോണലിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായി സുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ബൽസലാസ് പാസ്റ്റർ കുടുംബം, DC പാസ്റ്റേഴ്സ് YP 2 മേഖലയുടെയും കോർഡിനേറ്റേഴ്സ്, ബോർഡ് മെമ്പേഴ്സ്, സൺഡേ സ്കൂളിൻ്റെ ഭാരവാഹികൾ, ഇന്നലെ അങ്ങോട്ട് പോയപ്പോഴും ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പോഴും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. നല്ല പാട്ട്, നിച്ചൽ റോയ് പാസ്റ്റർ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ പാട്ടിൻ്റെ സെലക്ഷനാണ് ഒത്തത്. പിന്നെ നമ്മുടെ കുട്ടികൾ വളരെ നന്നായി നീറ്റായി, ആർക്കും ഒന്നും പറയാനില്ല, എല്ലാവർക്കും പ്രശംസയെ പറയാനുള്ളൂ. നിങ്ങൾ നമ്മുടെ കാരണേ ഓർത്ത് എല്ലാവരും ഒന്ന് സ്തുതിച്ചാൽ. അങ്ങനെ എല്ലാ നിലയിലും ഞാൻ ഇച്ചിരി ലേറ്റായി വന്നെങ്കിൽ അവിടെ ഒരു സഹോദരി ഇരുന്നുകൊണ്ട് പറഞ്ഞു, സാറേ അത് തീർന്നോ, ഇന്ന് തീരുവാണോ? ഞാൻ പറഞ്ഞു തീരുവാ. ഓ, ഒരു നിരാശയായിപ്പോയി. നാളെ ഞായറാഴ്ചയായി പോയില്ലേ, രാത്രിയിലും കൂടെ നോക്കാരും, ഇച്ചിരി ചെലവും കൂടെ വരുവോളായിരുന്നു. ഞാൻ നാളെ ഞായറാഴ്ചയായിപ്പോയത് നോക്കുകയില്ലെന്ന് പറഞ്ഞു. ഇല്ലേ പിന്നെ രാത്രിയും കൂടെ അങ്ങ് വെച്ചേനെ. പ്രൈസ്തലോ, എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് കർത്താവിൻ്റെ ദാസിയെ നമുക്ക് നൽകി. അതിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ചലനം നമുക്കുണ്ടാകുവാനിടയായി. തുടർന്ന് ചുരുക്കം ചില സമയം നമ്മൾ ദൈവജനം കേൾക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ഞാൻ വിടുതൽ പ്രാപിക്കും, തുടർന്ന് ഞാൻ വിടുതൽ പ്രാപിക്കും. ഇന്ന് രാവിലെ വീണ്ടും ഞാൻ സൗഖ്യം പ്രാപിക്കും, ശാരീരികമായി വിടുതൽ പ്രാപിക്കും. ഈ ക്യാമ്പ് വിട്ടുപോകുമ്പോൾ ഒരു പുതിയ കൃപയോടെ പോകും, ഒരു പുതിയ വ്യക്തിത്വമായും പോകും. അഭിഷേകത്തിൽ ആളുമാറിയ വ്യക്തിയെപ്പോലെ ഞാൻ തിരികെ പോകും. രാവിലെ അല്പസമയം ഇങ്ങനെ ഈ ഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരും ഇന്ന് ഒരു പുതിയ അനുഭവത്തിൽ തിരികെ പോകും. അതൊരു പ്രത്യേക ദൂതായി ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. വന്ന നിങ്ങൾക്കും അതൊരനുഗ്രഹമായി തീരും. നമുക്ക് വായിച്ച് ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തീം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തീമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞാണ്ട് വായിക്കണ്ടല്ലോ. നമുക്കായി സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഈ ഭാരങ്ങൾ നമുക്ക് തരുന്നതിന് മുമ്പ് അത് സഹിപ്പാനുള്ള ശക്തി തന്നതിന് ശേഷമേ ഭാരം തരികയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പോകും, നമ്മൾ കൊഴിഞ്ഞു പോകും. ദൈവം തമ്പുരാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പ്രതികൂലം നിങ്ങൾക്ക് വരുന്നെങ്കിൽ അതിന് മുമ്പ് അത് സഹിപ്പാനുള്ള ശക്തി, ഒരു പോരാട്ടം വരുന്നെങ്കിൽ അത് കൈകാര്യം ചെയ്ത് അതിനെ ജയമെടുക്കാനും അതിനെ ഓവർടേക്ക് ചെയ്യുവാനുള്ളതായ ഒരു വലിയ പവർ ദൈവം നമുക്ക് തരും. അതിന് ശേഷം മാത്രമേ മറ്റ് പ്രതികൂലങ്ങൾ വരികയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ സഹിച്ചു നിൽക്കും. ഏതൊരു വിജയത്തിൻ്റെ മുമ്പിലും അതികഠോരമായ പോരാട്ടങ്ങളുണ്ട്. അതിനെ അതിജീവിക്കുന്നവരാണ് വിജയത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഒരു താബോർ പർവ്വതം, ഒരു കർമ്മേൽ പർവ്വതം, ഒരു ഗിലെയാദ്, ഇതൊക്കെ നമുക്കറിയാം. താബോർ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ ദാസിയായ ദബോരയും അത്
കൂടെയുള്ള ഒരു ചെറിയ ടീം അവർ ജാഗരിച്ചും ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ ദാസിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരികയും അതേ രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം അവളെ കരങ്ങളിൽ എടുക്കത്തക്ക നിലയിൽ ദൈവങ്ങളെ ബലപ്പെടുത്തുവാനുള്ള ഒരു പ്രത്യേക അഭിഷേകം അവളുടെ മേൽ വരുവാനായിട്ടിടയായി. നാളുകളായി വർഷങ്ങളായി രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന, ജനത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ അവകാശങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന മിഥ്യാന്യ ശക്തിയെ ജയിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ ദാസിയെ കരങ്ങളിൽ ഉപയോഗിച്ചു. ആ താബോറിൽ ഒരു വലിയ തീ ഇറങ്ങുവാനിടയായി. എല്ലാവരും ജാഗരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ സമയം ഈ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ദൈവം നിന്റെ മേൽ ഒരു വലിയ അതേ ശക്തി പകർന്നാണ് അയക്കാൻ പോകുന്നത്. കർമ്മേലിൽ ദൈവത്തിന് തീ ഇറങ്ങി. വലിയ പോരാട്ടം കണ്ടു. രണ്ട് ശക്തി എപ്പോഴും വിശ്വാസികളുടെ നേരെയുണ്ട്. ഏലിയാവിൻ്റെ നേരെയുണ്ടായിരുന്നു. ഒന്ന് അശേര, രണ്ട് ബാല്. ഈ ബാലിൻ്റെ ശക്തിയും അശേരയുടെ ശക്തിയും ഒരുമിച്ചാണ്. അതിന് രണ്ടും അതിന് ഹിസ്റ്ററി പ്രത്യേകം കൊടുക്കുന്നുണ്ട്. അശേരയുടെ ഹിസ്റ്ററി ഉണ്ട്, ബാലിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ രണ്ട് ശക്തികൾ ഒരുമിച്ച് തൻ്റെ ജനത്തിനെതിരെ എപ്പോഴും പോരാടിക്കൊണ്ടിരുന്നു. നമുക്കറിയാം, പോരാട്ടം ഭയങ്കരമായിരുന്നു. ഇസബേലിൻ്റെ പോരാട്ടം ഭയങ്കരമായിരുന്നു. യഹോവയുടെ നാമത്തിലുള്ള ആരാധന ബാൻ ചെയ്തു. എന്നാൽ യഹോവയുടെ നാമത്തിലുള്ള യാഗപീഠങ്ങളെല്ലാം ഇടിച്ചു കളഞ്ഞു. പ്രവാചകന്മാരെ വാളുകൊണ്ട് കൊന്നു. വിവരിക്കുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് പോയതിന് ശേഷം നേർക്ക് നേരെയുള്ള യുദ്ധം ആരംഭിക്കുവാൻ ഇടയായി. എന്നാൽ അതിൻ്റെ നടുവിൽ സംഭവിച്ചത് നമുക്കറിയാം. യഹോവയായ ദൈവം അതേ യാഗപീഠത്തിൻ്റെ മേൽ ഇറക്കിയ ദൈവത്തിൻ്റെ തീയാ ആ ബന്ധനങ്ങൾ കരിയുവാനിടയായി. ആഭിചാര ശക്തികൾ തകരുവാനിടയായി. മത്സര ശക്തികൾ തകരുവാനിടയായി. അസൂയ ബന്ധനങ്ങൾ തകരുവാനിടയായി. ആലയത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ആരാധനയ്ക്കെതിരെ, അഭിഷക്തന്മാർക്കെതിരെ വെല്ലുവിളിച്ച പൈശാചിക കോട്ട യേശുവിന്റെ നാമത്തിൽ അവൻ തകർക്കുവാനിടയായി. ഉടാരാ ശബ്ദലാരാധന ഈ ദൈവത്തിൻ്റെ പരിഗണന എത്ര ഭയങ്കരമെന്ന് ഞാൻ എപ്പോഴും ഓർക്കും. യാക്കോബും കുടുംബവും കുഞ്ഞുങ്ങളും യാത്ര ചെയ്ത് വന്നപ്പോഴാണ് പുറകിൽ അവൻ്റെ അമ്മായപ്പൻ ഓടി വന്നത്. നല്ല കാര്യത്തിനല്ല ഓടി വന്നത്. അവർ യാത്ര ചെയ്തെങ്കിലും ഗിലെയാദ് പർവ്വതത്തിൽ പ്രവേശിച്ചു. പക്ഷേ അവർ ഗിലെയാദ് പർവ്വതത്തിൽ പ്രവേശിച്ചപ്പോൾ സംഭവിച്ചത്, പുറകെ വരുന്ന അമ്മായപ്പനോട് സ്വർഗം വിളിച്ചു പറഞ്ഞു, പോന്നോക്കോ കൊള്ളാം, എൻ്റെ മക്കൾക്കെതിരെ നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും ഒരു വാക്ക് മിണ്ടുകയോ നീ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ദൈവം വാൺ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഗിലെയാദ് പർവ്വതത്തിലായിരിക്കുന്ന സഹോദരിമാര്, നിനക്കെതിരെ വ്യാപരിക്കുന്ന ചില പോരിന്റെ മുനകൾ ഇന്ന് രാവിലെ ദൈവം ഓടിക്കുകയാണ്. ഹല്ലേലൂയ. ആ കെട്ടുകളെ പൊട്ടിക്കും. ഏത് വിജയത്തിന്റെ പുറകിലും ഒരു വലിയ കണ്ണുനീരുണ്ട്, സങ്കടമുണ്ട്. അങ്ങനെ പോയാൽ പറ്റുകയില്ല. ഇതിലേക്ക് വരണം. ഈ അപ്പസ്തോലൻ പത്രോസ്, രാവിലെ ഞാൻ ചില കാര്യങ്ങൾ അതിനെ ഓർത്തപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ശക്തി പ്രാപിച്ച പത്രോസിനെയാണ് ഈ ലേഖനത്തിൽ വിവിധയിടങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടം അവിടെ ഇരിക്കട്ടെ, ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് താൻ വരുവാനിടയായി. ആള് മാറിയ വ്യക്തിയെ പോലെ വന്നു. അതിൻ്റെ കാരണം പത്രോസിനുണ്ടായ വിജയം. ഒന്ന്, അനുതാപം, അനുദപിച്ചു. രണ്ട്, സംഭവിച്ച തോൽവിയെ കുറിച്ച് ഓർത്ത് കരഞ്ഞു. എന്താണ് സംഭവിച്ച തോൽവിയെ കുറിച്ച് ഓർത്ത് കരയുവാനിടയായി.
ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവന്റെ മേൽ ഒരു ശക്തി പകർന്നു. ധീരനായ പ്രസംഗിയനായി മാറി. തെളിയിക്കാനുണ്ട്, പക്ഷേ പറ്റുകയില്ലെന്ന് എനിക്കും അറിയാം. താൻ ധീരനായ ഒരു പ്രസംഗിയനായി മാറി. അത് അടുത്തതിലേക്ക് വരാം. അത് ഒന്ന് തുടരണമെന്നുണ്ട്, പക്ഷെ തൊടുന്നില്ല. അടുത്തത് നമ്മൾ വായിക്കുന്നത്, അപ്പോൾ അതിൻ്റെ അടുക്ക് നിങ്ങൾ നോക്കണം. 1 അനുതപിച്ചു, 2 തോൽവിയെക്കുറിച്ചുള്ള വളരെ ആഴമായ പാവബോധം വന്നെടുത്താൻ കരയാൻ തുടങ്ങി. അത് 2 കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ മേലൊരു ശക്തി പകരുവാനിടയായി. അടുത്തത് വരുന്നത് ഒരു അധികാര കൈമാറ്റമാണ്. ഒരധികാര കൈമാറ്റം. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ അഭിഷക്തന്മാരോടുള്ള ഒരു ദൂത്, ഒരു പുതിയ തലം വെളിപ്പെടും. ഒരു പുതിയ തലം വെളിപ്പെടും. ഒരു ശുശ്രൂഷ തലം, പുതിയ തലം വെളിപ്പെടും. ഒരാരാധനാ തലം വെളിപ്പെടും. ഒരധികാര തലം വെളിപ്പെടും. ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ നമുക്കറിയാം, അധികാര കൈമാറ്റം എന്ന് പറയുമ്പോൾ കാരാഗ്രഹത്തിൽ കഠിനത, ഭാരങ്ങൾ, അതിൻ്റെ ദണ്ഡനങ്ങൾ അനുഭവിച്ച് അവിടെ നിരാശയോ നെടുവീർപ്പോ ഒന്നും തനിക്ക് വന്നില്ല. ആ യേശുവിന് വേണ്ടി അനുഭവിച്ച പീഡനങ്ങളിൽ മനസ്സ് ഭാരപ്പെടാതെ ധൈര്യത്തോടെ നിന്നപ്പോൾ ജയിലിൻ്റെ ഈ ചെറിയ സെല്ലുകളാണ്. ആ സെല്ല് പൂട്ടി ഉദ്യോഗസ്ഥൻ താക്കോലും കൊണ്ട് അവൻ്റെ ഓഫീസിൽ പോയി വീട്ടിൽ പോവുകയും ചെയ്തു. അദ്ദേഹം വേദനയെ തടി കൊണ്ട് അവശനായി. വേദനയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, അറിയുന്ന ദൈവം, സംസാരിക്കുന്ന ദൈവം, ഇടപെടുന്ന ദൈവം, ഇറങ്ങി വരുന്ന ദൈവം, നമ്മോടൊപ്പം നടക്കുന്ന ദൈവം. അവൻ അപകട സമയത്തും അനർത്ഥ സമയത്തും അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. ആ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യോമാരെ സെല്ല് ലോക്ക് ചെയ്ത് പോയി. ഉടനെ അടുത്ത ദൂതനോട് പറഞ്ഞു, വേഗത്തിൽ ചെന്ന് ആ സെല്ല് തുറന്നു എൻ്റെ ദാസനെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. വേഗത്തിൽ ദൂതൻ ഇറങ്ങി. ദൂതനെ സംബന്ധിച്ചിടത്തോളം ഹേരോദാവിൻ്റെ വീസായും പെർമിഷനൊന്നും വേണ്ട. അമേരിക്കയിൽ ഇറങ്ങണമെങ്കിൽ ബൈഡൻ്റെ വീസായും പെർമിഷനൊന്നും വേണ്ട. ഇന്ത്യയിൽ ഇറങ്ങണമെങ്കിൽ ബഹുമാനപ്പെട്ട മോദിയുടെ വീസായും പെർമിഷനൊന്നും വേണ്ട. ഒരു എമിഗ്രേഷനും വേണ്ട. ദൂതൻ അവിടെ ഇറങ്ങും. കാരണം ഈ ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്. അതിനപ്പുറത്തൊന്നുമില്ല. രാജാക്കന്മാരുടെ രാജാവ്, അധികാരസ്ഥന്മാരുടെ അധികാരം. ഓ ഹല്ലേലൂയ. ദൂതൻ ആ താക്കോൽ കൊണ്ടൊന്ന് സെല്ല് തുറന്ന് പത്രോസിനെ വെളിയിലെ കൊണ്ടുവന്നു. ആമേൻ. ചരിത്രമൊക്കെ ഉണ്ട്, ഞാൻ വിവരിക്കുന്നില്ല. ഈ കാരാഗ്രഹത്തിൽ ഇറങ്ങിയത് ശരിയാ. എന്നാൽ പിന്നത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ദേവാലയത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നൊന്നുമില്ല, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയുകയാണ്. ഇന്നലെ കഷ്ടം അനുഭവിച്ച ദൈവദാസനെ, ഇന്നലെ നീ പീഡനത്തിൽ കൂടെ പോയെങ്കിൽ, ഇന്നലെ നീ അരിഷ്ഠിതാവസ്ഥയിൽ കൂടെ പോയെങ്കിൽ, നിന്റെ മേൽ ഒരധികാരം, ഇതുവരെ നീ ചെയ്യാത്ത ശുശ്രൂഷയുടെ അധികാരം ഇതാ ദൈവം നിന്റെ മേൽ പകരാൻ പോവുകയാണ്. സഹോദരിമാരെ, ഇതുവരെ നീ ചെയ്യാത്ത ശുശ്രൂഷയുടെ ഒരധികാരം നിന്റെ മേൽ ദൈവം അയക്കാൻ പോവുകയാണ്. ചുടബലബ ശന്തല, എല്ലാവരും ഏറ്റെടുത്ത് നന്നായി ഒന്ന് കരങ്ങളടിച്ച് വാ തുറന്ന് ഒരു അഭിഷേകത്തോടെ, ഒരു അന്യഭാഷയോടുകൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. ഓ ഹല്ലേലൂയ. കർത്താവിന്റെ കരസ്പർശനം ഒരു വലിയ ദർശനം ഏറ്റുവാങ്ങി പോകുവാനിടയാകണം. അതുകൊണ്ട് ഇപ്പോൾ തനിക്ക് പറയുവാനായി കഴിയും. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ പുതിയ അധികാരമൊക്കെ കിട്ടിയതിന് ശേഷം
പത്രോസ് രണ്ടാമത് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. എല്ലാവരും ചേർന്നത് പറയാം, ഞങ്ങൾ. പോരാ, ശബ്ദം ഇഞ്ഞു വന്നില്ല, ഒന്നും കൂടെ. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ അനുഭവിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുന്നു, ദൈവിക വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അന്തരീക്ഷ മണ്ഡലം ആത്മമണ്ഡലമായി മാറിയിരിക്കുന്നു. ഉടബലഭ ശന്തല ധരാധന. ഓ, ഈ അന്തരീക്ഷ മണ്ഡലം ആത്മമണ്ഡലമായി മാറിയിരിക്കുന്നു. ദർശനം വെളിപ്പെടട്ടെ, പ്രവചനം വെളിപ്പെടട്ടെ, ദൂത് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ തീ ഓ വ്യാപരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പകല് ദൈവത്തിന്റെ അത്യന്ത ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരനോട് പറയുവാൻ കഴിയണം, ദൈവമേ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ആമേൻ. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാ. ഇത് പറയണമെങ്കിൽ വില കൊടുക്കണം. വില കൊടുക്കാത്തവൻ വിജയിക്കുകയില്ല. വില കൊടുക്കാത്തവന് ശുശ്രൂഷയില്ല. പ്രൈസ് ദി ലോർഡ്. വില കൊടുക്കുന്നവനാണ് ശുശ്രൂഷയുള്ളത്. ഇന്ന് രാവിലെ അവൻ പറഞ്ഞു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾ ചിലത് കണ്ടതാണ്. മരിച്ചവൻ ഉയർക്കുന്നത് കണ്ടതോ, കുരുടൻ കാണുന്നത് കണ്ടതോ, ചെകിടന് കേൾവി കണ്ടതോ, മുടന്തൻ ചാടി നടക്കുന്നത് കണ്ടതോ, ആവിചാര ബന്ധനങ്ങൾ, തളർവാന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത് ഞങ്ങൾ കണ്ടതോ. ഓ ഹല്ലേലൂയ. ഈ ആരാധനയുടെ നടുവിൽ ഒരു അന്ധകാര പിശാചിനും ഇരിക്കുവാൻ സാധ്യമല്ല. ഈ ആരാധനയുടെ നടുവിൽ ഹല്ലേലൂയ, ഈ അഭിഷേകത്തിന്റെ മുമ്പിൽ ഒരു ശക്തിക്കും നിൽക്കുവാൻ സാധ്യമല്ല. എല്ലാവരും ആരാധിച്ചാട്, ശക്തിയോട് ആരാധിക്കേ. ഉടബലഭ ശബ്ദല ലരാജല ആ ധീര ബാല ബൗഡ ബാല ബാലെ സത്യ രാജ. പോരുകൾ മാറട്ടെ, ബന്ധനങ്ങൾ അയ്യട്ടെ. ഓ റിഗടബലഭ ശബ്ദല വിബോര ബലഭ രഗടക. ഓ രാബ സാബ രാജ നീക രാബ സൗഡ മണയ അർത്ഥ രാജ സംദ രച്ച വീജക രാജ രാജ ബാല. ഈ ക്യാമ്പ് അവസാനിച്ച് നിങ്ങൾ പോകുമ്പോൾ ആശ്ചര്യമായി വിശ്വസിക്ക്, നിന്റെ ഭാരമുള്ള ചില വിഷയം, നിന്റെ മുതുകത്ത് ഇരിക്കുന്ന ഭാരം, പ്രൈസ് ദി ലോർഡ്, നിന്റെ മുതുകത്ത് വെച്ചിരിക്കുന്ന വലിയ ഭാരം എടുത്തു മാറ്റാൻ പോകുകയോ, ആ ഭാരത്തെ എടുത്തെറിയാൻ പോകുകയോ. യെസ് യെസ്. ആ സത്യം വ്യാപരിക്കട്ടെ. ഓ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മനിറവിൽ ജാഗരിച്ച് തുടങ്ങിക്കോ. ആത്മനിറവിൽ ആരാധിച്ച് തുടങ്ങിക്കോ. അഭിഷേകത്തിൽ ആരാധിച്ച് തുടങ്ങിക്കോ. ഉടവ ശബ്ദലാടരാധരവി. നാം ഒരുമിച്ച് ശക്തിയോടെ പ്രാർത്ഥന തുടങ്ങിയാൽ വിടുതൽ വെളിപ്പെട്ട് കണ്ണിന്റെ മുമ്പിൽ വരും. നാം ഒരുമിച്ച് കൂടി ഇത്രയും പേര് ഒരുമിച്ച് അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിയാൽ നിന്റെ വിടുതൽ വെളിപ്പെട്ട് നിന്റെ കണ്ണിന് മുമ്പിൽ വരും, നിന്റെ വീടിനകത്ത് വരും, നിന്റെ തലമുറയുടെ മുമ്പിൽ വരും, നിന്റെ തലമുറയുടെ മുമ്പിൽ വരും. പുതിയ പദ്ധതി, പുതിയ വഴി. ഓ ദൈവത്തിന്റെ പുതിയ വഴി. ഉടബലവ സന്നലാലരാജന ഘടക ദിവാലവ സന്നലാലരാജന.
ഹല്ലേലൂയ. ദൈവം എത്രയൊക്കെ പ്രവർത്തിച്ചാലും അതിൽ സംശയിക്കുന്ന മനസ്സ് നമുക്ക് വരും. സംശയിക്കുന്ന മനസ്സ്. കർത്താവിൻ്റെ ദാസി യോഹന്നാന്റെ അമ്മയായ മറിയുടെ നേതൃത്വത്തിൽ ഓൾ നൈറ്റ് പ്രാർത്ഥന നടക്കുകയാണ്. എന്തിനാണ്? അപ്പസ്തലനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കാൻ ഓൾ നൈറ്റ് പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തെ ഇളക്കുന്ന പ്രാർത്ഥനയായിരുന്നു. കർത്താവിൻ്റെ ദാസി വാത്സല്യ മാതാവ് ആത്മനിറവോടെ എല്ലാവരും വിളിച്ചറിയിച്ചു, രാത്രി മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാം. നിയമം എന്തുമാകട്ടെ, അധികാരം എന്തുമാകട്ടെ, വിധി എന്തുമാകട്ടെ, ഹേരോദാവിന്റെ വിധി എന്തുമാകട്ടെ, നമുക്ക് വിഷയമല്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ചില അമ്മമാരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ചില സഹോദരിമാരെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ദൈവം സഹോദരിമാരെ നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. മറ്റ് സഹോദരന്മാർക്ക് ലഭിക്കാത്ത ഒരു ദർശനം നിനക്ക് തന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർക്ക് ലഭിക്കാത്ത ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോസ്തലന്മാർക്ക് ലഭിക്കാത്ത ഒരു വലിയ അധികാരമുണ്ട്. ഇന്ന് രാത്രി ആ തീയാണ്, ആ അധികാരമാണ്, ആ അഭിഷേകമാണ്, ആ ദർശനമാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ആമേൻ. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ എന്റെ ഭാരമായ വിഷയത്തിന് ദൈവം എനിക്ക് വിടുതൽ നൽകി കഴിഞ്ഞു. വിശ്വാസത്തോടെ എത്ര പേർക്ക് ശബ്ദം ഉയർത്തി കരം ഉയർത്തി ഹല്ലേലൂയ പറയും? ഓ, വിടുതൽ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. തുറക്കാത്ത വാതിൽ തുറക്കുന്നു. ഓ, വെളിപ്പെടാത്ത വിടുതൽ വെളിപ്പെടുന്നു. തടസ്സങ്ങൾ മാറുന്നു, പർവ്വതങ്ങൾ മാറുന്നു, കുന്നുകൾ നീങ്ങുന്നു, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. വിടുതൽ വ്യാപരിക്കട്ടെ. ഈ ക്യാമ്പിന്റെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ദൈവത്തിന്റെ തീ വ്യാപരിക്കുക. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടബ റബര ഘടക രാജ വലിയ അഭിഷേക ശക്തി ഈ രാവിലെ ഈ ഹോളിൽ വ്യാപരിച്ച് നിൽക്കുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. എല്ലാവരും ശക്തിയായി ആരാധിക്കാം. ഒരാത്മാവിന്റെ തീ അങ്ങോട്ട് വ്യാപരിക്കട്ടെ, ഒരു അഭിഷേക തീ അങ്ങോട്ട് വ്യാപരിക്കട്ടെ, ഒരു കൃപയുടെ തീ അങ്ങോട്ട് വ്യാപരിക്കട്ടെ. ദൈവശക്തി നിറയട്ടെ. ആ കൃപയുടെ വ്യാപാരത്താലുള്ള വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ പകർച്ച ഈ രാവിലെ ഇവിടെ സംഭവിക്കട്ടെ. കാരാഗൃഹം തുറക്കുന്നു, അഭിഷക്തൻ വെളിയിലെ വരുന്നു, ദൈവമഹത്വം വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഓ അഭിഷേക പാർച്ച. ആത്മാവിനെ തീ കത്തട്ടെ, ആത്മാവിനെ തീ കത്തട്ടെ. ഒരു അധികാര കൈമാറ്റം, ഒരു അധികാര ശുശ്രൂഷ, ഒരു ദൈവിക വിടുതൽ ഈ രാവിലെ ദൈവം കൽപ്പിക്കുകയാണ്. ഓ ഉടബലബ ശംദല ദരദര ഗടകല റോബല ഉടബോ റബല ഭൗഷബാല. ഈ രാവിലെ സമയം ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ പ്രവാഹം, ആത്മതീയുടെ വലിയ പകർച്ച ഈ രാവിലെ ദൈവം നമ്മുടെ മേൽ കൽപ്പിക്കുകയാണ്. എല്ലാ ആരാധനയ്ക്ക് ശുശ്രൂഷകൾക്ക് തടസ്സമായി വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലം യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അന്ധകാര മണ്ഡലങ്ങൾ അഭിഷേക ശക്തിക്കെതിരെ, ആരാധനക്കെതിരെ
ശുശ്രൂഷക്കെതിരെ വ്യാപരിക്കുന്ന ഏത് അന്ധകാര മണ്ഡലം ഈ രാത്രി ഓ രീതോ റാബോ സിക്കോ റാബോ സത്തോ രാജ യേസ് യേസ് ഈരവരച്ചന ദാരക റാബല ഓരാ ബാര ബൗഡാ ബാര ഓരേ ബാരേ ബൗഡേ ബാരേ ഔസാ ബാരേ സത്തേ രാജേ ഈരേ ബാര രാജ റാബ ഓ റാബ റാബ സക്ക റാബ അർദ രാജ സക്ക രാജ രക്തല ഗർഭ കൗഡ കുടിയോ ഭലേ ഭലേ പശ റാബോ സത്തേ രക്ത ഗർഭ കൗഡ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയോ. ഒരു അവകാശം ഒരു ഭാഗം പറഞ്ഞുകൂടെ അവസാനിപ്പിക്കുക. ഇതിങ്ങനെ നീണ്ടുപോയാൽ അധികാര ശക്തി ആവരിക്കുന്നത് കൊണ്ട് ജഡത്തിലും ആത്മാവിലും നമ്മൾ ബലപ്പെട്ടുകൊണ്ടിരിക്കും. സമയം നമുക്കൊരു വിഷയമേ അല്ല. സമയം നമുക്കൊരു വിഷയമല്ല. ഈ ശുശ്രൂഷ നീങ്ങിപ്പോയാൽ നമ്മൾ ജഡത്തിലും ആത്മാവിലും ഒരുപോലെ ബലം പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു വീട്ടിൽ 4 പെൺപിള്ളേർ, ഒരു വീട്ടില് 4 പെൺപിള്ളേർ. ആ വീട്ടിൽ ആൺപിള്ളേരില്ല. അവരുടെ അപ്പനങ്ങ് മരിച്ചുപോയി. പെൺപിള്ളേർ മാത്രം. ഒരു നിയമമുണ്ട്, അത് ന്യായപ്രമാണവും ഉണ്ട്. ആൺപിള്ളേർക്ക് മാത്രമേ എന്തുള്ളൂ? അവകാശമുള്ളൂ. പെൺപിള്ളേർക്ക് അവകാശമില്ല. നിയമം കൊണ്ടും പ്രമാണം കൊണ്ടും നിന്റെ അധിക അവകാശത്തെ തടഞ്ഞു. നിയമം കൊണ്ടും പ്രമാണം കൊണ്ടും നിനക്ക് വരേണ്ട അവകാശം, നിന്റെ വീട്ടിൽ വരേണ്ട അവകാശം, നിന്റെ കൈക്കകത്ത് വരേണ്ട അവകാശം, നിന്റെ ബാങ്കിൽ വരേണ്ട മിച്ചമായ മെച്ചങ്ങൾ ഇതെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇന്ന് വഴി തുറക്കാൻ പോവുകയാണ്. ഇന്ന് അതിന്റെ മേൽ വഴി തുറക്കാൻ പോവുകയോ. ഹല്ലേലൂയ. അവിടെ ഇത് മറ്റാരുടെയും കുടുംബത്തിൽപ്പെട്ടതല്ല. ഇത് നമ്മുടെ പ്രിയങ്കരനായ വിശുദ്ധനായ നമ്മുടെ പിതാവായ യോസേപ്പിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ഒരു ഭാഗമാണത്. ആ വീട്ടിലെ അപ്പൻ്റെ പേര് സെലോഫഹാദ്. ഇദ്ദേഹത്തിനാണ് ഈ 3 മക്കളുണ്ടായത്. 4 മക്കളാണ്. 4 മക്കൾ, 4 പെൺമക്കൾ. ഒരുത്തി മഹള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ. ഇവര് ആൺപിള്ളാരില്ലാത്തത് കൊണ്ട് ഇവർക്ക് അവകാശമൊന്നും ലഭിച്ചില്ല. ന്യായപ്രമാണം വിലക്കിയിരിക്കുന്നു. ഈ സഹോദരിമാർ 4 പേരും കൂടി തീരുമാനിച്ചു, മോശയുടെ മുമ്പിൽ ഒരു നിവേദനവുമായി ചെല്ലണം. നിവേദനവുമായി മോശയുടെ മുമ്പിൽ 4 പേരും ഒരുമിച്ച് ഒരേ ആത്മാവിൽ ഐക്യതയിൽ അങ്ങോട്ട് ചെന്നു. അവര് പറഞ്ഞു, മോശെ, പ്രമാണം കൊണ്ടും അവകാശം കൊണ്ടും ഞങ്ങളുടെ അപ്പൻ്റെ അവകാശങ്ങളെ തടഞ്ഞ് അത് മുഖാന്തരം ഞങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശം ലഭിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ കഷ്ടതയിലാണ്. അതിനൊരു വ്യത്യാസം വരണമെന്ന് പറഞ്ഞു. 4 പേര് ഒരുമ്പെട്ട് കഴിഞ്ഞപ്പോൾ വാക്കി ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. മോശ പറഞ്ഞു, ഈ വിഷയം നമുക്ക് ദൈവം ഭാഗ വെക്കാം. കണ്ടോ പോന്ന പോക്ക് കണ്ടോ? സമയമായി. അവൻ എഴുന്നേൽക്കാൻ സമയമായി. രക്ഷയുടെ വാൾ തുറക്കാൻ സമയമായി. പ്രവൃത്തി വെളിപ്പെടുവാൻ നേരമായി. മോശ അത് ദൈവം ഭാഗ വെച്ചു. ദൈവമേ, സെലോഫാദിന്റെ 4 പെൺമക്കൾ വന്നു. നമ്മുടെ പ്രമാണം അനുസരിച്ച് ആൺപിള്ളേർക്കേ അവകാശമുള്ളൂ, ഈ പെൺപിള്ളേർക്ക് അവകാശമില്ല. എന്താ ചെയ്യേണ്ടത്? അവർക്കൊരു വഴി കാണുന്നില്ല. നമ്മുടെ ഗോത്രത്തിൽ, മനസ്സേ ഗോത്രത്തിൽപ്പെട്ട കുടുംബമാണ്, കൈവിടാൻ ഒക്കുകയില്ല. ഉടനെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ വരെ അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു കേട്ടോ. ഇന്നലെ വരെ നിയമമില്ലായിരുന്നു, ഇന്നലെ വരെ പ്രമാണമില്ലായിരുന്നു, ഇന്നലെ വരെ അതിന് ചട്ടമില്ലായിരുന്നു. ഇപ്പോൾ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, സെലോഫഹാദിന്റെ 4 പെൺമക്കൾ വെച്ചിരിക്കുന്ന വിഷയം ന്യായമുള്ള വിഷയമാണ്. അവർക്ക് ഓഹരി കൊടുക്കണം, അവർക്ക് ഓഹരി കൊടുക്കണം. ഇന്ന് രാവിലെ നിയമം കൊണ്ട് തടഞ്ഞിരിക്കുന്നത്, നിയമം കൊണ്ട് തടഞ്ഞിരിക്കുന്നത്, പ്രമാണം കൊണ്ട് തടഞ്ഞിരിക്കുന്നത് ഈ രാവിലെ നിനക്ക് വെളിപ്പെടാൻ പോവുകയാണ്. ആ അവകാശം ലഭിക്കാൻ പോവുകയാണ്. ഓ നന്നായി.
നന്നായി. ഉറവ ശബ്ദല നരാജല നിന്റെ സകല ഭാരു, ഓ സകല ഭാരു, ഓ സകല ഭാരു ഇന്ന് രാവിലെ വിട്ടു കളഞ്ഞ്. വാഗ്ദത്ത കാലം അടുത്തു, വാഗ്ദത്ത കാലം അടുത്തു. വാ വർദ്ധിച്ച് പെരുകാൻ പോകുകയോ, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയോ. ഉടബലവ ശംദല നരാജര ഘടക ഓ റിഗാരബലവ ഉടാലവ ശംദല നരാജല. ഹല്ലേലൂയ. അതിനെ ഒരു ദൂതും കൂടെ തന്നതിന് ശേഷം അവസാനിപ്പിക്കാം. ഇന്നിവിടുന്ന് പോകുമ്പോൾ പ്രമാണം കൊണ്ടും നിയമം കൊണ്ടും ചട്ടം കൊണ്ടും നിന്റെ അവകാശത്തെ, നിന്റെ ഓഹരിയെ തടഞ്ഞിരിക്കുന്ന പോര് ഇന്ന് രാവിലെ സമയം ഇവിടെ അഴിഞ്ഞു മാറുകയാണ്. അത് നിന്റെ കയ്യിൽ വരികയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. തലമുറയുടെ മേൽ, ഓ നന്മയുടെ മേൽ യോവരിക്കുന്ന കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, അവർക്ക് അവകാശം കൊടുക്കണോ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അങ്ങനെയെങ്കിൽ ദൂത് വിശദീകരിക്കേണ്ടതാണ്. ദൂതന്റെ ആഴത്തിൽ പിന്നെ ആത്മാവ് വിവേചിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. കഥാവിൻ്റെ ദാസൻ പാസ്റ്റർ നീച്ചൽ റോയുടെ നേതൃത്വത്തിൽ ഒരു പാട്ട് പാടി ആരാധിക്കുമ്പോൾ മുമ്പേ ആ കത്തിയ തീയെ ഒന്നും കൂടെ നാളി കത്തണം. എല്ലാവരും ഒരു തീ പന്തമായി മാറണം. നന്നായി ഒന്ന് എരിയണം, വാ തുറക്കണം, നന്നായി ആരോഗ്യത്തോടെ കൈയടിക്കണം. ഒരു അധികാരം നിന്റെ മേലുണ്ട്, ഒരു അഭിഷേകമുണ്ട്. ഈ ക്യാമ്പ് ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുമ്പോൾ ഒരു അധികാരം കൈമാറ്റം ലഭിച്ചവനായി, ഒരു ശുശ്രൂഷ തലം മാറിയ വ്യക്തിയായി, ഒരു അധികാര തലം മാറിയ വ്യക്തിയായി ദൈവദാസന്മാരെ നിങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ, സഹോദരിമാരെ നിങ്ങളോടുള്ള ദൂത് പലർക്കും കഴിയാത്ത, അപ്പോസ്തലന്മാർക്ക് കഴിയാത്ത, ന്യായാധിപന്മാർക്ക് കഴിയാത്ത ഒരു അധികാര ബലം ദെബോരയെ നിന്റെ മേൽ ഇന്ന് കൽപ്പിക്കും. ദെബോരയെ ഇന്ന് നിന്റെ മേൽ ആ ബലം കൽപ്പിക്കും. നിന്റെ ഭാരം ഇവിടെ തീരുകയാണ്. അതെ പോകല്ലേ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ബട്ടണും കൂടെ അമർത്തിക്കോണേ. താങ്ക് യു.